ഹായ്. അപ്പോൾ നമ്മുടെ പാലരുവിയിലേക്കുള്ള രാജവീതിയാണ്. ഈ പറഞ്ഞ പോലെ 3 മാസത്തിന് ശേഷം ഇത് തുറക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ മനോഹര കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. 150 മീറ്റർ മുകളിൽ നിന്നാണ് ഇത് പതിക്കുന്നത്. ആ ജലപാതം എത്ര പറഞ്ഞാലും കണ്ടാൽ മതി വരില്ല. പാലരുവിയിലേക്ക് നടക്കാൻ തുടങ്ങിയതേയുള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ AC ലഭിച്ചു തുടങ്ങി. രാജപാതയിലൂടെ ഓരോ പടവുകൾ താണ്ടുമ്പോൾ ശീതക്കാറ്റ് കുളിരും. ജലപാതത്തിലെ തൂവാനത്തുള്ളികൾ കാറ്റിൽ ലയിച്ച് വിനോദസഞ്ചാരികളെ തഴുകുന്നുണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് പതിക്കും പോലെ നിലത്ത് വീണ മുത്തുക്കളെ പോലെ ചിന്നിച്ചിതറി പാലരുവി പാൽ പോലെ പരിശുദ്ധം. പാലരുവി എന്നും നമ്മുടെ അയലത്തെ തമിഴ്നാടിന് പ്രിയപ്പെട്ട ഇടം. ചെന്നൈയിൽ നിന്ന് നിരവധി പേർ പാലരുവി തുറന്ന ദിവസം തന്നെ എത്തിയിരുന്നു. സുരക്ഷയും മറ്റടിസ്ഥാന സൗകര്യവും നന്നായെന്ന് അവർ പറഞ്ഞു. Force of the water was there in the Kutralam right now. There's like very little force, but over here there's like more force, so it's nice. Yeah, we all are expecting to see some elephants on our way. Because it's very rare to see elephants during the daytime mostly. If you don't go for a safari, and it's not safari here. Proper roads are maintained. There's so much cleanliness and all. So just expecting to meet elephant and other wildlife. நல்லா இருக்கு, செம்மையா இருந்தது, என்ஜாய் பண்ணோம். ஃபால்ஸும் நாம ஃப்ளோவா இருக்கு. நாங்க நேத்து போனோம், ஆனா அங்க அவ்வளோ ஃப்ளோ இல்லை, இங்க நிறைய இருக்கு. ஃபர்ஸ்ட் டைம் வந்தோம், ரொம்ப நல்லா இருந்துச்சு. ஃபால்ஸ் கூட ரொம்ப அமேசிங்காக இருந்துச்சு. ஃபாரஸ்ட் ஏரியாவில் இந்த மாதிரி புது எக்ஸ்பீரியன்ஸாக இருக்குது எங்களுக்கு வர்றது. ஃபாரஸ்ட்டு சுற்றி பார்க்கலாம், ஃபால்ஸும் வரலாம், புது எக்ஸ்பீரியன்ஸ். போன ஒரு 20 வருஷமாக வந்துட்டுருக்கேன். இதுதான் லைஃப்பில் ஃபஸ்ட் டைமு. லேடிஸுக்கு கீழே இருக்கும், இப்போ ஃபஸ்ட் டைம் லேடிஸும் ஜென்ஸும் மேலே இருக்காங்க. இன்னைக்கு தான் ஓப்பன் பண்ணியிருக்காங்க, ரொம்ப நல்லா இருக்கு. First time आई हूँ, बहुत अच्छा लग रहा है. फैमिली के साथ आई हूँ, बहुत एंजॉय की. நான் ஒரு 600-700 கிலோமீட்டர் தாண்டி வந்து பார்க்க முடியாதுன்னு நினச்சோம். இன்றைக்கி நாங்கள் வந்து ஓப்பன் ஆகிட்டு ஜாலியாக குளிச்சுக்கிட்டு இருக்கோம். ரொம்ப என்ஜாய் பண்ணுறோம். வந்ததுக்கே ஒரு நல்ல പ്ലേസ്. പാലരുവിയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്കൂൾ അടച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു സമാധാനമാണ്. നല്ല രസമുണ്ട്. പാലരുവിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ ഈ വെക്കേഷൻ വളരെ രസമുണ്ട് ഈ കാഴ്ചകൾ കാണാൻ. ഞങ്ങൾ നേരത്തെ പൊന്മുടിയൊക്കെ ഇറങ്ങിയിരുന്നു, കോവളം ബീച്ച് ഒക്കെ. പക്ഷേ ഇപ്പോൾ ഇത് നല്ലൊരു അനുഭവമായി തോന്നുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി കുളിക്കാനും കുടുംബസമേതം കുളിക്കാനും സൗകര്യം ഒരുക്കിയെന്ന് RO സനോജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കണ്ടില്ലേ, പ്രകൃതി രമണീയ കണ്ടില്ലേ? അതായത് ആര്യങ്കാവ് റേഞ്ചിലെ തെമ്മൽ ഡിവിഷൻ വരുന്ന ആര്യങ്കാവ് റേഞ്ചിലെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് ജന്മം കൊടുക്കുന്ന ഒരു പാലരുവി എന്ന് പറയുന്ന നദിയാണ് ഈ വരുന്നത്. അപ്പോൾ അതിവിടെ ഒരുക്കുന്ന ഒരു പ്രകൃതി രമണീയമായി ഈ കാഴ്ചകൾ കാണുന്നില്ലേ? അപ്പം വേനൽക്കാലത്തെ ആ അടവിന് ശേഷം ഇപ്പോൾ നാണ്ട് നമ്മുടെ അത് തുറന്നിരിക്കുകയാണ്. വീണ്ടും സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാവിധ സ്വാഗതവും നൽകി തെന്മല ഡിവിഷനും കേരള വനം വകുപ്പും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടി ഉയരത്തിൽ നിന്ന് പാലരുവി താഴേക്ക് തൂവൽ പോലെ പതിക്കുന്നു. കാണുമ്പോഴും ജലപാതത്തിൽ നനയുമ്പോഴും അനുഭവവും വിണ്ണോളം ഉയരും. കവികൾ എത്ര പാടിയാലും എഴുത്തുകാർ എത്ര എഴുതിയാലും പാലരുവിയുടെ സൗന്ദര്യം പൂർണ്ണമാകില്ല. പാലരുവിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.